എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് കോട്ടയം മെഡിക്കൽ കോളേജിനും MG യൂണിവേഴ്സിറ്റിക്കും സമീപമുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുകളുള്ള 2 നില വീടാണിത്. നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന പുതുപുത്തൻ വീട്. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ഹാളുകൾ, വലിയ കാർ പോർച്ച്, ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന മുറ്റം, വറ്റാത്ത കിണറുകൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന മനോഹരമായ വീടാണ്. 3 സൈഡിലും റോഡാണ്. അപ്പം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഇരിക്കുന്ന ഈ വീടിന് 8.5 സെന്റ് സ്ഥലമാണുള്ളത്. MG യൂണിവേഴ്സിറ്റിയിലേക്ക് വെറും 2 കിലോമീറ്ററും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററുമാണ് ദൂരം. കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും ഏറ്റുമാനൂർ ടൗണിലേക്ക് 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളുടെ നടുവിലിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്ത് തന്നെ സാധനങ്ങൾക്ക് മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട്. സ്കൂൾ ബസ്സുകളിൽ നമ്മുടെ വീട് തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത മനോഹരമായ പ്രദേശം. അപ്പോൾ ഈ ഒരു വീട്ടിൽ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ 4 ബെഡ്റൂം വീടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. 2 നിലകളായി പണി കഴിപ്പിച്ചിരിക്കുന്ന വീട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ എലിവേഷനിൽ നല്ല മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. നല്ലൊരു ഹൈ ക്ലാസ് ഏരിയയാണിത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി. മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ 2 സൈഡിലും 3 സൈഡിലും വഴിയാണ്. ഈ ഒരു സൈഡിൽ പ്രൈവറ്റ് റോഡ്, നേരെ മുന്നിൽ പഞ്ചായത്ത് റോഡാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ പുറവശത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഈ വഴിയിലേക്ക് ഒരു ചെറിയ ഗേറ്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ആധുനിക രീതിയിലുള്ള ഡിസൈനിൽ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. വീതിയുള്ള ഗേറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് റോഡിലേക്ക് തുറക്കാവുന്ന രീതിയിൽ വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുറ്റം. മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് സൈഡുകളിലെല്ലാം ലാൻഡ്സ്കേപ്പ് ഇത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. സൈഡുകളിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുൽത്തകടിയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഒരു 3 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്പേസാണ് നമ്മുടെ മുറ്റത്തിനുള്ളത്. ഈ പില്ലറുകൾക്ക് നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് ഒരു ഗേറ്റ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നു. കിണർ വെള്ളമാണ് നമുക്കിവിടെ ഉള്ളത്. കിണറിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. 8.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വീടിന് പുറകോട്ട് സ്ഥലം വാങ്ങാനുള്ള സൗകര്യം കൂടിയുണ്ട്. കോമ്പൗണ്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പം പുറകുവശത്ത് ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ട് മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. ഈ ഒരു സൈഡിലും ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിക്ക് പുറത്തും പ്രൈവറ്റ് റോഡാണ് കടന്നു പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഇടതും വലതും അതുപോലെ മുൻഭാഗത്തും റോഡ് കടന്നു പോകുന്നു. നമുക്കൊരു വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. തേക്കും ആഞ്ഞിലിയുമാണ് ഈ വീട്ടിലെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. നേരെ മുൻഭാഗത്ത് കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം. ഇവിടുന്ന് 2ാം നിലയ്ക്കുള്ള സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റും ഹാളും TV യൂണിറ്റും ഒക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ. അങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വീടിൻ്റെ ക്ലീനിങ് ജോലികൾ മാത്രമാണ് പെൻഡിങ്. നമ്മൾ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ബാത്റൂമുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ബെഡ്റൂമുകൾ AC-യുടെ പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ അടിവശത്ത് ചെറിയ കബോർഡുകൾ കൂടി കൊടുത്തിരിക്കുന്നു. 3 ഫേസ് വയറിംഗ് ആണ് നമ്മുടെ വീടിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു പാർട്ടീഷനുണ്ട്. ഇവിടെ 2ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നു. നല്ല വലിയ ബെഡ്റൂമുകളാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ്, 3 പാളിയുള്ള വലിയ വാർഡ്രോബ് ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നിന്ന് പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയേറിയ വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്.
ഇവിടെയും നല്ല സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. ധാരാളം കബോർഡുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ റാക്കുകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു കോർണറായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം. രണ്ടാം നിലയിൽ കടന്നു വരുമ്പോൾ വലിയൊരു ഹാളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ രണ്ടാം നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നാലാമത്തെ ബെഡ്റൂം. എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും അതുപോലെ വാർഡ്രോബുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങൾ തൊട്ടടുത്തുള്ള നല്ലൊരു ഏരിയയാണിത്. കോട്ടയം ടൗണിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും എല്ലാം പെട്ടെന്ന് എത്താവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫ്രണ്ട് ബാൽക്കണിയാണിത്. ഒരു ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ തന്നെയാണ്. ടൗണിൽ നിന്ന് അല്പം മാറി നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പുറകുവശത്തെ ഏരിയ. ഇവിടെ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് ഇവിടെ വരുന്നു. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വാഷ് ബേസിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിന് പുറകിലേക്കുള്ള സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. അതും നല്ലൊരു ഹൈ ക്ലാസ് ഏരിയയിലാണ്. കോട്ടയം ജില്ലയിലെ യൂണിവേഴ്സിറ്റിക്കും മെഡിക്കൽ കോളേജിനും ഇടയിലായിട്ടുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. 8 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ വീട് 2200 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. ചോദിക്കുന്നത് വരെ 95 ലക്ഷം രൂപ മാത്രമാണ്. വീടിനകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പുതുപുത്തൻ വീട് പണി കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല സൗകര്യത്തിലുള്ള നല്ലൊരു വീടാണിത്. സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിന് തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. മെഡിക്കൽ കോളേജ്, യൂണിവേഴ്സിറ്റി, കാരിത്താസ് അങ്ങനെയുള്ള സൗകര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ദൂരം. ഏറ്റുമാനൂർ ടൗണിലേക്ക് 6 കിലോമീറ്ററും കോട്ടയം ടൗണിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ ദൂരം. അങ്ങനെ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൽ നിന്നും അറിഞ്ഞു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.